भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ ഷഡശീതിതമോധ്യായ. രാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോ യാമമാസീൽ പിതാമഹി. ശ്രീശുക ഉവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടന്നവനിം പ്രഭു ഗതപ്രഭാസമശൃണോന്മാതുലേയും സാത്മനാ. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സയതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാമഗാൽ. തത്ര വൈ വാർഷികാൻ മാസാന വാത്സിൽ സ്വാർത്ഥസാധക പൗരൈ സഭാജിതോ ഭീക്ഷ്ണം രാമേണാജാനതാ ച സാ. ഏകദാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേ കില. സോപശ്യത്തത്ര മഹതിം കന്യാം വീരമനോഹരാം പ്രീത്യുൽഭുല്ലേക്ഷണസ്തസ്യാം ഭാവക്ഷുബ്ധം മനോദധേ. സാപി തം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗീ തന്യസ്തഹൃദയേക്ഷണ. താം പരം സമനുധ്യായന്നന്തരം പ്രേപ്സുരർജുന ന ലേഭേ ശംഭ്രമച്ചിത്തഃ കാമേനാദിബലീയസ. മഹത്യാം ദേവയാത്രായാം രഥസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമത പിത്രോ കൃഷ്ണസ്യ ച മഹാരഥ. രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ചാരുന്ധതോ ഭടാൻ വിദ്രാവ്യക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാഡിവ. തച്ഛ്രുത്വാ ക്ഷുഭിതോ രാമ പർവണീവ മഹാർണവ. ഗൃഹീതപാദ കൃഷ്ണേനാ സുഹൃദ്ഭിശ്ചാന്വശാമ്യത. പ്രാഹിണോൽപാരിബരിഹാണി വരവദ്ധോർമുദാബല. മഹാധനോപസ്കരേ ഭരധാശ്വനരയോഷിത. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീൽ ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇതി ശ്രുത. കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥ ശാന്ത കവിരലംബട. സ ഉവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമീ. അനീഹയാഗതാഹാര്യ നിർവർത്തിത നിജക്രിയാ. യാത്രാമാത്രം ത്വഹരഹർദൈവാദുപനമത്യുത. നാധികം താവതാ തുഷ്ട ക്രിയാശ്ചക്രേ യഥോചിത. തഥാ തദ്രാഷ്ട്രപാലോംഗാ ബഹുലാശ്വ ഇതി ശ്രുത. മൈഥിലോ നിരഹം മാനാ ഉഭാവപ്യച്യുത പ്രിയൗ. തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം. ആരുഹ്യ സാകം മുനിഭിർവിദേഹാൻ പ്രയയൗ പ്രഭു. നാരദോ വാമദേവോത്രീ കൃഷ്ണോ രാമോസിതോരുണി. അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേയശ്ചവനാദയ.
തത്ര തത്ര തമായാന്തം പൗരാജാനപദാ നൃപ ഉപതസ്ഥു സാഖ്യഹസ്താഗ്രഹൈ സൂര്യമിവോദിതം ആനർത്തധന്വകുരുജാങ്കലകങ്കമത്സ്യപാഞ്ചാലകുന്തിമധുകേകയകോസലാർണ അന്യേ ച തന്മുഖസരോജമുദാരഹാസസ്നിഗ്ധേക്ഷണം നൃപ പപുർദൃശിഭിർനൃനാര്യ തേഭ്യഃ സ്വവീക്ഷണവിനഷ്ടിതമിസ്രദൃഗ്ഭ്യ ക്ഷേമം ത്രിലോകഗുരുരർത്ഥദൃശം ച യച്ഛൻ ശൃണ്വൻ ദിഗന്ധധവളം സ്വയേഷോ ശുഭഘ്നം ഗീതം സുരൈർനിഭിരഗാച്ഛനകൈർവിദേഹാൻ തേച്യുതം പ്രാപ്തമാകർണ്യാ പൗരാജാനപദാ നൃപ അഭീയുർമുദിതാസ്തസ്മൈ ഗൃഹീതാർഹണപാണയാ ദൃഷ്ട്വാ ത ഉത്തമശ്ലോകം പ്രീത്യുൽഭുല്ലാനനാശയാ കൈധൃതാഞ്ജലിഭിർനേമുശ്രുതപൂർവാംസ്തഥാ മുനീൻ സ്വാനുഗ്രഹായ സംപ്രാപ്തം മന്വാനൗ തം ജഗദ്ഗുരും മൈഥിലശ്രുതദേവശ്ചാപാദയോഃ പേതതു പ്രഭോ ന്യമന്ത്രയേതാം ദാശാർഹമാതിഥ്യേന സഹ ദ്വിജൈ മൈഥിലശ്രുതദേവശ്ചായുഗപൽ സംഹതാഞ്ജലി ഭഗവാംസ്തദഭിപ്രേത്യാദ്വയോ പ്രിയചികീർഷയാ ഉഭയോരാവിശൽഗേഹമുഭാഭ്യാം തദലക്ഷിത ശ്രോതുമപ്യസതാം ദൂരാജ്ജനകസ്വഗൃഹാഗതാൻ ആനീതേശ്വാസനാഗ്രേഷു സുഖാസീനാൻ മഹാമനാം പ്രവൃദ്ധഭക്ത്യാ ഉദ്ധർഷഹൃദയാസ്രാവിലേക്ഷണ നത്വാ തദംഘ്രീൻ പ്രക്ഷാള്യാ തദപോ ലോകപാവനീ സകുടുംബോ വഹന്മൂർധ്നാ പൂജയാംശ്ചക്ര ഈശ്വരാൻ ഗന്ധമാല്യംബരാകൽപധൂപദീപാർഘ്യഗോവൃഷൈ വാചാ മധുരയാ പ്രീണന്നിതമാഹാന്നതർപ്പിതാൻ പാദാവങ്കാഗതോ വിഷ്ണോ സംസ്പൃശൻ ശനകൈർമുദാ രാജോവാച ഭവാൻ ഹി സർവഭൂതാനാമാത്മാ സാക്ഷീ സുദൃഗ്വിഭോ അഥ നസ്ത്വൽപദാംഭോജം സ്മരതാം ദർശനം ഗതാ സ്വവചസ്തധൃതം കർത്തുമസ്മദൃഗോചരോ ഭവാൻ യദാധ്യൈകാന്തഭക്താൻ മേ നാനന്ദ ശ്രീരജപ്രിയ കോനു ത്വച്ചരണാംഭോജമേവം വിസൃജേൽപുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദ യോവതീര്യേതോർവംശേ നൃണാം സംസരതാമിഹ യശോ വിതേന സ്വച്ഛാന്ത്യൈ ത്രൈലോക്യവൃതിനാപഹം നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ഗുണ്ഡമേധസേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ ദിനാനി കതിചിൽ ഭൂമൻ ഗൃഹാന്നോ നിവസദ്വിജൈഃ സമേത പാദരജസാ പുനീഹീതം നിമേ കുലം ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഭഗവാൻ ലോകഭാവന ഉവാസ കുർവൻ കല്യാണം മിഥിലാനരയോഷിതാം ശ്രുതദേവോച്യുതം പ്രാപ്തം സ്വഗൃഹാഞ്ജനകോ യഥാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നനർത്തഃ തൃണപീഠഭൃസീഷ്വേതാനാനീതേഷൂപവേശ്യ സാ സ്വാഗതേനാഭിനന്ദ്യാഘ്രീൻ സഭാര്യോവനിജേ മുദാ തദംഭസാ മഹാഭാഗാത്മാനം സഗൃഹാന്വയം സ്നാപയാംശ്ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥ ഫലാർഹണോ ക്ഷീരശിവാമൃതാംബുഭിർമൃദാസുരഭ്യാ തുളസീകുശാംബുജൈ ആരാധയാമാസ യഥോപപന്നയാ സപര്യയാ സത്വവിവർധനാന്ധസാ ഹരേ സാ തർക്കയാമാസ കുതോ മമാന്വഭൂദ്ഗൃഹാന്ധകൂപേ പതിതസ്യ സംഗമാ യ സർവതീർത്ഥാസ്പദപാദരേണുഭിः കൃഷ്ണേന ചാസ്യാത്മനികേതഭൂസുരൈ സൂപവിഷ്ടാൻ കൃതാതിഥ്യാൻ ശ്രുതദേവ ഉപസ്ഥിത സഭാര്യസ്വജനാപത്യാ ഉവാചാംഘ്ര്യഭിമർശന ശ്രുതദേവ ഉവാച നാദ്യനോ ദർശനം പ്രാപ്ത പരം പരമപൂരുഷ യർഹീദം ശക്തിഭിः സൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാ യഥാ ശയാനഃ പുരുഷോ മനസൈവാത്മമായയാ സൃഷ്ട്വാ ലോകം പരം സ്വാപ്നമനുവിശ്യാവഭാസത്തെ ശൃണ്വതാം
ഗതതാം ശശ്വതർച്ചതാം ത്വാഭിവന്ദതാം നൃണാം സംവദതാമന്തർഹൃദി ഭാസ്യമലാത്മനാം ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ കർമ്മ വിക്ഷിപ്തചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോപ്യദ്യുപേതഗുണാത്മനാം നമോസ്തു തേധ്യാത്മവിദാം പരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമൃത്യവേ സകാരണാകാരണലിംഗമീയുഷേ സ്വമായയാ സംവൃതരുദ്ധദൃഷ്ടയേ സത്വം ശാധി സ്വഭൃത്യാന്ന കിം ദേവകരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യദ്ഭവാനക്ഷഗോചര. ശ്രീശുക ഉവാച തദുക്തമിത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസംസ്തമുവാച. ശ്രീഭഗവാനുവാച ബ്രഹ്മംസ്തേനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമുന്മുനീൻ സഞ്ചരന്തി മയാ ലോകാൻ പുനന്ദപാദരേണുഭി. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശനസ്പർശനാർച്ചനൈ ശനൈ പുനന്തി കാലേന തദപ്യർഹത്തമേക്ഷയാ. ബ്രാഹ്മണോ ജന്മനാശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മൽക്കലയായുത. ന ബ്രാഹ്മണാൻ മേദയിദം രൂപമേതച്ചതുർഭുജം സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. ദുഷ്പ്രജ്ഞാ അവിദിത്വൈവമവജാനന്ത്യസൂയവ ഗുരും മാം വിപ്രമാത്മാനമർച്ചാദാവിജ്യമൃദൃഷ്ടയാ. ചരാചരമിദം വിശ്വം ഭാവായേ ചാസ്യ ഹേതവ മദ്രൂപാണീതി ചേതസ്യാധത്തെ വിപ്രോ മദീക്ഷയാ. തസ്മാൽ ബ്രഹ്മഋഷീനേതാൻ ബ്രഹ്മൻ മച്ഛ്രദ്ധയാർച്ചയാ. ഏവം ചേദർച്ചിതോസ്മ്യദ്ധാ നാന്യഥാ ഭൂരിഭൂതിഭിः. ശ്രീശുക ഉവാച സ ഇദ്ധം പ്രഭുണാദിഷ്ട സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മഭാവേന മൈഥിലശ്ചാപ സദ്ഗതിം. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീമഗാൽ. ശ്രീഹരേ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡശീതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 715 ദിവസം. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തിൽ 86 അധ്യായം, അതാണ് നമ്മൾ പാരായണം ചെയ്ത് ഇപ്പോൾ സമർപ്പിച്ചത്. ഇന്ന് 86 അധ്യായത്തിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഗുരു പൂർണിമയാണ്. ഗുരുപൂർണിമയുടെ ധന്യമായ ഈ ദിവസത്തിൽ തന്നെയാണ് ജഗദ്ഗുരുവായ ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ ദേവീസ്തുതി ആയിട്ടുള്ള വളരെ പ്രസിദ്ധമായ സൗന്ദര്യലഹരി എന്ന ആ കൃതിയെ പൊന്നുഗുരുവായൂരപ്പൻ്റെയും ചോറ്റാനിക്കരമ്മയുടെയും അനുഗ്രഹം കൊണ്ട് ഈയുള്ളവന് ഭാഷാഗാനമായി സൗഭാഗ്യലഹരിയായി വിവർത്തനം ചെയ്യാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു.
100 ശ്ലോകങ്ങളുള്ള സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങൾക്കും 4 വരി എന്നുള്ള രീതിയിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ശങ്കരാചാര്യസ്വാമികളുടെ മൂലകൃതിയായ സൗന്ദര്യലഹരിയും. ഇപ്പോൾ ആദ്യത്തെ ഒരു ശ്ലോകം, അതിനുശേഷം 4 വരി, അതിൻ്റെ പരിഭാഷ, വീണ്ടും മറ്റൊരു ശ്ലോകം, വീണ്ടും പരിഭാഷ എന്നുള്ള രീതിയിലാണ് ഇത് ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രകാശന കർമ്മം ഇന്ന് സന്ധ്യയ്ക്ക് ചോറ്റാനിക്കരമ്മയുടെ തിരുനടയിൽ തന്നെ ആരാധ്യനായ യശശരീരനായ ഭാഗവതോത്തമൻ സ്വാമി ഗുരുവായൂരപ്പദാസിൻ്റെ ചോറ്റാനിക്കരയിലെ ഭാഗവത സഭയുടെ 50ാം വാർഷികം അത് ഭംഗിയായി അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധ്യനായ ഭാഗവത നവശുകൻ ബ്രഹ്മശ്രീ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അവിടെ സുവർണ ശ്രീമദ് ഭാഗവത മഹായജ്ഞം നടക്കുന്ന വേദിയിൽ വെച്ചാണ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യയോടുകൂടി അതിൻ്റെ പ്രകാശനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് 5 മണി മുതൽ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 24 ഗുരുക്കന്മാർ എന്ന വിഷയത്തെ അധികരിച്ച് ഈയുള്ളവന് അവിടെ ആ യജ്ഞത്തിൽ പ്രഭാഷണം നടത്താനുള്ള അവസരവും ഗുരു കടാക്ഷം കൊണ്ട് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഗുരുപൂർണിമയുടെ ഈ സായം സന്ധ്യ ഇന്ന് ചോറ്റാനിക്കരമ്മയുടെ അടുത്ത് പ്രഭാഷണവും പ്രകാശനവും ഒക്കെയായി ഭഗവത് പ്രസാദമായി ലഭിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവച്ചിട്ടാണ് 86ാമത്തെ അധ്യായത്തിലെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നത്. പരീക്ഷിത്ത് പറയുകയാണ്, ബ്രഹ്മൻ വേദിതുമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോ യാ മമാസീൽ പിതാമഹി. ഹേ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന അല്ലയോ ശ്രീശുബ്രഹ്മശ്രേ, യാ മമ പിതാമഹി, ആരാണോ എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ട് മാറിയത്, രാമകൃഷ്ണയോഹോ, രാമകൃഷ്ണന്മാരുടെ സ്വസാരം, ആ സഹോദരിയെ, വിജയ അർജുനൻ, യഥാ ഉപയേമേ, എങ്ങനെയാണോ വിവാഹം ചെയ്തത്, വേദിതും ഇച്ഛാമ, ഞാനതറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയും ശ്രീകൃഷ്ണന്റെ സഹോദരിയുമായിരിക്കുന്ന സുഭദ്രയെ, ബലരാമസ്വാമിയുടെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ സഹോദരിയാണ് സുഭദ്ര. ആ സുഭദ്രയെ എൻ്റെ മുത്തച്ഛൻ സാക്ഷാൽ വിജയൻ അർജുനൻ എങ്ങനെയാണ് വിവാഹം ചെയ്തത് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് മറുപടിയായിട്ട് ശിശുബ്രഹ്മർഷി ആ വിവാഹകഥയെ പറയാനായിട്ട് ആരംഭിക്കുന്നു. അർജുനസ്തീർത്ഥയാത്രായാം പര്യടന്നവനിം പ്രഭു ഗതപ്രഭാസമശൃണോൽമാതുലേയും സ ആത്മന. പ്രഭു അർജുന, വളരെ സമർത്ഥനായ അർജുനൻ, തീർത്ഥയാത്രായാം അവനിം പര്യടൻ, തീർത്ഥയാത്രയ്ക്കായിക്കൊണ്ട് ഭൂമി ചുറ്റി സഞ്ചരിക്കുമ്പോൾ പ്രഭാസം ഗത, പ്രഭാസ തീർത്ഥത്തിലെത്തി. അവിടെ വെച്ച് സ അവൻ, ആ അർജുനൻ, ആത്മനഹ മാതുലേയി, തൻ്റെ അമ്മാവൻ്റെ മകളായിരിക്കുന്ന ആ സുഭദ്രയെ കുറിച്ച് അശൃണോത്, കേട്ടു എന്നാണ്. എന്താണ് കേട്ടത്? പ്രഭു എന്ന് പറഞ്ഞു. എന്ത് കാര്യം വിചാരിച്ചാലും അത് നടപ്പാക്കാൻ, ജയിക്കാൻ സാധിക്കുന്ന ആളാണ് അർജുനൻ. അങ്ങനെയുള്ള അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സമയത്താണ്, അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്കിടയിലാണ് പ്രഭാസ തീർത്ഥത്തിലെത്തിയതും അവിടെ വെച്ച് ഒരു കാര്യം കേട്ടു. സുഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് കേട്ടു. എന്താ ആ വിവാഹത്തെക്കുറിച്ച് കേട്ടത്? ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സയതിർഭൂത്വാ ത്രിദണ്ഡി ദ്വാരകാമഗൽ. ദ്വാരകാമഗാൽ, ഇവിടെ ദ്വാരകയിലേക്ക് എത്തുകയാണ് അർജുനൻ. എങ്ങനെ? ബലരാമൻ സുഭദ്രയെ താം ദുര്യോധനായ ദാസ്യതി, ദുര്യോധനന് ദാനം ചെയ്യും, കന്യാദാനം ചെയ്യും.
അപരേ ന ഇതി, മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്ന് കേട്ടു. അപ്പോ തല്ലിപ്സു, അവളെ കിട്ടാൻ വേണ്ടി സുഭദ്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് ത്രിദണ്ഡി, 3 ദണ്ഡുകളോടുകൂടിയ സന്യാസിയായി അവിടെ മാറിയിട്ട് ദ്വാരകയിലേക്ക് യാത്രയായി. സന്യാസി വേഷം കെട്ടിയിട്ടാണ് ദ്വാരകയിലേക്ക് ചെല്ലുന്നത്. തത്ര വൈ വാർഷികാൻ മാസാനവാൽസിൽ സ്വാർത്ഥസാധക പൗരൈ സഭാജിതോ ഭീക്ഷ്ണം രാമേണ ജാനതാ ച സാ. സ്വാർത്ഥസാധക, തൻ്റെ സ്വന്തം കാര്യം സാധിക്കാനായി തത്ര വാർഷികാൻ മാസാൻ, ആ സന്യാസിയായിരിക്കുന്ന അർജുനൻ വർഷകാലങ്ങളെ അവാൽസിയിൽ അവിടെ താമസിച്ചു. എന്നിട്ടോ പൗരൈ അജാനത, പുരവാസികളാൽ അറിയപ്പെടാതിരുന്ന അർജുനൻ രാമേണച, രാമനാലും അഭീക്ഷ്ണം സഭാജിത, രാമനാലും നല്ലവണ്ണം പൂജിക്കപ്പെട്ടു. രാമൻ പൂജിച്ചു എന്ന് പറഞ്ഞാൽ രാമൻ ഇത് അർജുനനാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നും അവിടേതാ പറയുന്നു. അപ്പോൾ ആർക്കും, ശ്രീകൃഷ്ണൻ ഒഴിച്ച് മറ്റാർക്കും അർജുനനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഏകദാ ഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോപഹൃതം ഭൈക്ഷ്യം ബലേന ബുഭുജേ കില. ഒരിക്കൽ തം, ആ അർജുനനെ ആതിഥ്യേന, അതിഥി സൽക്കാരത്തിനായി നിമന്ത്രിയ, ക്ഷണിച്ചിട്ട് ഗൃഹം ആനീയ, തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് ബലേന ശ്രദ്ധയാ ഉപഹൃതം, ബലരാമസ്വാമി സന്യാസിക്ക എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി കൊടുത്ത ഭക്ഷ്യം, ആ ഭിക്ഷാന്നത്തെ ബുഭുജേ കില, അവിടെ വെച്ച് കഴിക്കുകയും ചെയ്തു എന്നാണ്. ദ്വാരകയിൽ താമസിക്കുന്ന സമയത്ത് ചാതുർമാസ്യ വ്രതം എന്നൊക്കെയാണ് പറയുക. അങ്ങനെ ആ 4 മാസം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്ന ഒരു സന്യാസിയെ പോലെ അർജുനൻ അവിടെ കഴിഞ്ഞു. ബലരാമസ്വാമി വളരെ ബഹുമാനത്തോടുകൂടി ഈ സന്യാസി ശ്രേഷ്ഠനെ, അർജുനനെ അറിയാതെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു, അതിഥി സൽക്കാരം ചെയ്തു. വിശേഷമായിട്ടുള്ള ആ ഭിക്ഷ അദ്ദേഹത്തിന് സമർപ്പിച്ചു. സന്യാസിയെ പോലെ ഇരിക്കുന്ന അർജുനൻ അതിനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സോപശ്യത്തത്ര മഹതിം കന്യാം വീരമനോഹരാം പ്രീത്യുൽഭുല്ലേക്ഷണസ്തസ്യാം ഭാവക്ഷുബ്ധം മനോദധേ സാ തത്ര വീരമനോഹരാം. അവിടെ വെച്ച അർജുനൻ വീരന്മാരുടെ മനസ്സിനെ അപഹരിക്കുന്ന മഹതീം കന്യാം, പൂജ്യയായ കന്യകയെ അപശ്യത്, കണ്ടു. പ്രീത്യുൽഭുല്ലേക്ഷണ, സന്തോഷം കൊണ്ട് വികസിച്ച കണ്ണുകളോടുകൂടി അർജുനൻ തസ്യാം ഭാവക്ഷുബ്ധം മനഃ ദധേ, അവളിൽ ആ ഭാവം കൊണ്ട് കലങ്ങിയ മനസ്സിനെ ആ മനസ്സിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നു. അർജുനനാണ് എന്ന് സുഭദ്രയും അറിഞ്ഞില്ല. അർജുനനാണ് എന്ന് അറിഞ്ഞത് നേരത്തെ പറഞ്ഞു നമ്മള് ശ്രീകൃഷ്ണൻ മാത്രമാണ്. അങ്ങനെ ദ്വാരകയിലെത്തിയ ആ സന്യാസി അവിടെ ദുര്യോധനന് നൽകപ്പെടും എന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ രാമൻ വാക്കുകൊടുത്ത ആ സുഭദ്ര, തൻ്റെ ഉള്ളിൽ എന്നും സ്നേഹമുണ്ട് അർജുനനോട്, അർജുനന് സുഭദ്രയോടും സ്നേഹമുണ്ട്, ഇതറിയുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. ഇപ്പോ ഈ സന്യാസിയെ കണ്ടപ്പോ ആ സന്യാസി സുഭദ്രയുടെ മനസ്സിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന ആ 6ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ആ പ്രഭാഷണത്തിനും പ്രകാശന ചടങ്ങുകളിലേക്കും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കളെ പൊന്നുഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ, ആരതിയുണ്ട്
ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ
ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.